വാട്സപ്പ് തുറന്നു കഴിഞ്ഞാൽ മുഴുവനും മരണവാർത്തകളാണ്. അപ്രതീക്ഷിതമായ രീതിയിൽ അള്ളാഹിൻ്റെ റഹ്മത്തിലേക്ക് യാത്രയാവുകയാണ്. ആത്മഹത്യ, വാഹനാപകടം എന്നിങ്ങനെ പല രീതികളിലും പിഞ്ചോമന മക്കൾ അള്ളാഹിൻ്റെ റഹ്മത്തിലേക്ക് യാത്രയാവുകയാണ്. നമുക്കറിയാം, കാസർഗോഡ് മൊഗ്രാൽ പുത്തൂർ എന്ന സ്വദേശത്ത് റഫ എന്ന പൊന്നുമോന് വാഹനാപകടത്തിൽ വെച്ച് അള്ളാഹിൻ്റെ റഹ്മത്തിലേക്ക് യാത്രയായി. അതുപോലെ തന്നെ കണ്ണൂർ സ്വദേശത്ത് ഒരു പൊന്നുമോൾ അക്ഷയ സെന്ററിൽ ചെന്ന സമയത്ത് കൊഴിഞ്ഞു വീണുകൊണ്ട് അവിടെ നിന്ന് മരിക്കുകയാണ്. അള്ളാഹിൻ്റെ റഹ്മത്തിലേക്ക് യാത്രയാവുകയാണ്. അള്ളാഹു തആല ഇരുവരുടെയും ഖബർ ജീവിതം സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ. ഇതിൽ നിന്നെല്ലാം നാം പാഠം പഠിക്കേണ്ടതുണ്ട്. നാളെ നിന്നാവാം എന്ന് പറയുന്നവരോട് നമ്മുടെ ആയുസ് എത്രത്തോളമുണ്ടെന്ന് നമുക്കറിയില്ല. എപ്പോൾ മരിക്കും, ഏത് സമയത്ത് മരിക്കും, എങ്ങനെയായിരിക്കും നമ്മുടെ മരണമെന്ന് നമുക്ക് അള്ളാഹു തആല പഠിപ്പിച്ചു തന്നിട്ടില്ല. അതുകൊണ്ട് ഇസമയത്ത് ഇപ്പോൾ തന്നെ എനിക്ക് നന്നാവണം എന്ന രീതിയിലായിരിക്കണം നമ്മുടെ ജീവിതം. അവർ തന്നെയാണ് ഏറ്റവും വലിയ ബുദ്ധിമാൻ. മഹാന്മാർ നമ്മെ പഠിപ്പിക്കുന്നു. ആരാണ് ഈ ലോകത്ത് ഏറ്റവും വലിയ ബുദ്ധിമാൻ എന്ന ചോദ്യത്തിന് മഹാന്മാർ പറഞ്ഞ മറുപടി ഇങ്ങനെയായിരുന്നു: ഈ നൈമിഷിക നിമിഷത്തിൽ ഒന്നും ആഗ്രഹിക്കാതെ ഈ ദുനിയാവിന് വേണ്ടി സമ്പാദിക്കുന്നവനല്ല, നാളെ ആഖിറ ലോകത്തിന് വേണ്ടി സമ്പാദിക്കുന്നവനാണ് ഈ ലോകത്തെ ഏറ്റവും വലിയ ബുദ്ധിമാൻ എന്ന് മഹാന്മാർ നമ്മെ പഠിപ്പിച്ചു തരുന്നു.